നമസ്കാരം എല്ലാവർക്കും ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടുവിന് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? പ്ലസ് ടുവിന് ശേഷം കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു അനൗൺസ്മെന്റുമായിട്ടാണ് ട്രാവോ ഇന്ന് വന്നിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് കർണാടകയിൽ BSc നഴ്സിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് KCET എക്സാം നിർബന്ധമാക്കിക്കൊണ്ട് KEA കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റുമായിട്ടാണ് ട്രാവോ ഇന്ന് വന്നിട്ടുള്ളത്. KCET കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് കമ്പൽസറി ആണ് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം കർണാടകയിൽ BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുള്ള അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ജാനുവരി 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്ലിക്കേഷൻ ഫോംസ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് ജാനുവരി 10 ആണ്. അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന് ഈ വർഷം മാർച്ചിൽ പ്ലസ് ടു മെയിൻ എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും KEA രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. KCET എക്സാമിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഡീറ്റെയിൽസും എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസുമായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ട്രാവോ വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടെ ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BSc നഴ്സിംഗിന് കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു സർക്കുലർ വളരെ മുമ്പേ തന്നെ INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷമാണ് INC വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കാവൂ എന്നുള്ള ഒരു സർക്കുലറുമായി വന്നിട്ടുള്ളത്. അത് പ്രകാരം കഴിഞ്ഞ വർഷം കർണാടകയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് എക്സാമിനേഷൻ നിർബന്ധമാക്കിയിരുന്നു. പക്ഷെ എക്സാമിന് ശേഷം എക്സാം എഴുതിയവർക്കും എക്സാം എഴുതാത്തവർക്കും എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വന്നവർക്കും റാങ്ക് ലിസ്റ്റ് വരാത്തവർക്കൊക്കെ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും INC വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സർക്കുലറായി വന്നിട്ടുണ്ട്. കമ്പൽസറി ആയിട്ട് കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിരിക്കണം എന്നുള്ളതാണ് സർക്കുലർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അത് നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് പ്ലസ് ടുവിന് ശേഷം BSc നഴ്സിംഗിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികളും ഈ ഒരു എക്സാം മിസ് ചെയ്യാതെ അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യണം. കാരണം എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടോ എക്സാം അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടോ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം BSc നഴ്സിംഗ് പഠിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷമോ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് എക്സാം രജിസ്റ്റർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ജാനുവരി 10 മുതൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് റിലീസ് ചെയ്യും. ഓൺലൈൻ ആയിട്ടാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിന്റെ ബാക്കിലായിട്ട് ഞാൻ സ്ക്രീൻഷോട്ടോടുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് അത് സംശയങ്ങളൊന്നും ഇല്ലാതെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജാനുവരി 10 അപ്ലിക്കേഷൻ ഫോം റിലീസ് ചെയ്യുന്നത്. ഏപ്രിൽ 20, 21 തീയതികളിലാണ് എക്സാമിനേഷൻ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ബാംഗ്ലൂരിലുള്ള പല സെന്ററുകളുമായിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക. 2 ദിവസമാണ് എക്സാമിനേഷൻ. ബയോളജി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള സയൻസ് സബ്ജക്റ്റുകളായിരിക്കും സിലബസ് ആയിട്ട് വരെ. നിങ്ങളുടെ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. അതുകൊണ്ട് ഒരാൾ പോലും മിസ് ചെയ്യാതെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന മുഴുവൻ കൂട്ടുകാരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നിങ്ങളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്ലസ് ടുവിന് ശേഷം BSc നഴ്സിംഗിന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരിലും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒരാൾ മിസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് എങ്ങനെയാണ് KEAയുടെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് പോകാം. സംശയങ്ങളുള്ളവർക്കൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ടാഗ് ലൈനിൽ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സംശയമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒപ്പം അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ബുക്കിംഗ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് കോളേജുകൾ, ഏറ്റവും മികച്ച കോളേജുകളിൽ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത്. അപ്പം ബുക്കിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2024-25 അക്കാഡമിക് വർഷത്തെ അഡ്മിഷൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിഗ്രിക്ക് ഏത് കോഴ്സുകളാവട്ടെ, അതുപോലെ PGക്ക് ഏത് കോഴ്സുകളാവട്ടെ, ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ചൂഷണങ്ങൾക്കൊന്നും വിധേയമാകാതെ പറ്റിക്കപ്പെടാതെ ഏറ്റവും മികച്ച കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 1 രൂപ പോലും സർവീസ് ചാർജ് ഇല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് കോളേജിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തു തരുന്നതാണ്. അപ്പം KEAയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഗൂഗിളിൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി KEA എന്ന് സെർച്ച് ചെയ്യുക. KEAയുടെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ UGCET 2024, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്, 2024 എന്നുള്ള ഓപ്ഷൻ വരും.
അതിൽ BSc നഴ്സിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ രജിസ്ട്രേഷന് മുമ്പായിട്ട് റെഡിയാക്കി വെക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ SSLCയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ കർണാടകയാണോ നോൺ കർണാടകയാണോ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനായിട്ടും എൻ്റർ ചെയ്യുക. കൃത്യമായിട്ട് കന്നഡയിലും ഇംഗ്ലീഷിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആസ് പെർ ദി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മദർ നെയിം, അതുപോലെ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പേര് ഡീറ്റെയിൽസൊക്കെ അതുപോലെ തന്നെ എൻട്രി ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID ചോദിക്കുക. കാരണം OTP പോലുള്ള ലോഗിൻ ഡീറ്റെയിൽസൊക്കെ ഇമെയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ ക്യാപ്ചർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലേക്ക്, രജിസ്ട്രേഷൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അതുപോലെ മൊബൈൽ നമ്പർ ചോദിക്കുമ്പോഴും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ മാത്രം എൻ്റർ ചെയ്യുക. കാരണം OTP പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഫർദർ കമ്മ്യൂണിക്കേഷനും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് മൊബൈൽ നമ്പർ മസ്റ്റാണ്. ഒപ്പം നിങ്ങൾക്ക് 8 ക്യാരക്ടേഴ്സുള്ള നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാനും പറ്റും. പാസ്വേഡ് സെറ്റ് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലോഗിൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇത് സ്ക്രീൻഷോട്ടായിട്ടോ എഴുതിയിട്ടോ എടുത്തു വെക്കണം. പിന്നീട് KEയുടെ സൈറ്റിലേക്ക് നേരിട്ട് പോയിട്ട് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാണ് വേണ്ടത്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ലോഗിൻ IDയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ IDയും പാസ്വേഡും അതുപോലെ ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റുഡൻസിൻ്റെ ജനറൽ ഡീറ്റെയിൽസ് എന്ന ഫോമിലേക്കാണ് പോകുന്നത്. ഇവിടെ നേരത്തെ ഫില്ല് ചെയ്തതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ അഡ്രസ്സ്, നാഷണാലിറ്റി, സ്റ്റേറ്റ്, താലൂക്ക്, പിൻകോഡ് തുടങ്ങിയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഇതിൽ എലിജിബിലിറ്റി ക്ലോസ് ചോദിക്കുന്നുണ്ട്. അവിടെ എലിജിബിലിറ്റി ക്ലോസിൽ ക്ലോസ് Y ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കൺഫേം ചെയ്ത് കൊടുക്കുക. പിന്നെ ഔട്ട്സൈഡ് കേരള, അതുപോലെ റിലീജിയൻ, മദർ ടങ് തുടങ്ങിയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അതിന് ശേഷം എൻ്റർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഏത് ബോർഡിൻ്റെ അണ്ടറിലാണ് നമ്മൾ +2 കഴിഞ്ഞത്, +2 ചെയ്തിട്ടുള്ള വർഷം ഏതാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർഷം ഏതാണ്, ഏത് സ്കൂളിലാണ് +2 ചെയ്തത് തുടങ്ങിയിട്ടുള്ള അക്കാഡമിക് ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുണ്ട്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചുള്ള പേഴ്സണൽ അതുപോലെ തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് പ്രയോറിറ്റി ഫോർ എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എവിടെയാണ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ ആയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ബാംഗ്ലൂർ സിറ്റിയിലാണെങ്കിൽ ബാംഗ്ലൂർ നോർത്ത്, സൗത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം അതുപോലെ മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവസാനം സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോകാൻ കഴിയും. നെക്സ്റ്റ് പേജിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ ഇൻകം കാറ്റഗറി അതുപോലെ കാസ്റ്റ് പോലുള്ള സംഗതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം താഴെ വരികയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തമ്പ് ഇംപ്രഷനും അപ്ലോഡ് ചെയ്യാൻ പറ്റും. JPG ഫയലായിട്ട് 50 KB സൈസുള്ള ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ RD ഡീറ്റെയിൽസ്, റവന്യൂ ഡീറ്റെയിൽസ് വല്ലതും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സ്റ്റഡി ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. സ്റ്റഡി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ വീണ്ടും +2 കംപ്ലീറ്റ് ചെയ്ത ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. +2 ഏത് ബോർഡിൻ്റെ അണ്ടറിലാണ്, ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത്, അതുപോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസാണ് സ്റ്റഡി ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അത് സേവ് ചെയ്തതിന് ശേഷം നേരിട്ട് നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഡിക്ലറേഷൻ ഫോമിലേക്കാണ് വരുന്നത്. അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഡ്രാഫ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ഡ്രാഫ്റ്റ് കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നേരെ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും സംശയമില്ലാതെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ക്ലാരിഫൈ ചെയ്ത് തരാം. ഒപ്പം ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സ്കാൻഡ് ഡോക്യുമെന്റ് ആയിട്ട് PDF ആയിട്ടോ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അക്ഷയ പോലുള്ള സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ മുഴുവൻ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് മുഴുവൻ സ്കാൻഡ് കോപ്പി ആയിട്ട് PDF ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ
സൈൻ ഇട്ടിട്ട് അതും സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് വെക്കണം. ഫോട്ടോസ് സ്കാൻ ചെയ്ത് വെക്കണം. നിങ്ങളുടെ 10th മാർക്ക് കാർഡ്, +1 മാർക്ക് കാർഡ് സ്കാൻ ചെയ്ത് വെക്കണം. ഒപ്പം കാസ്റ്റ് റിസർവേഷനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ, SC/ST പോലുള്ള കാസ്റ്റ് റിസർവേഷനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാ ഡോക്യുമെന്റും സ്കാൻ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനുശേഷം ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവുക. ജനറൽ കാറ്റഗറിയിൽ 750 രൂപയാണ്. കർണാടക സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് കർണാടകയിൽ 5 വർഷം പഠിച്ചിട്ടുള്ളവരാണ്, ഹൈസ്കൂൾ മുതൽ +2 വരെ കർണാടകയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ 500 രൂപയാണ് ഫീസ് വരുന്നത്. കർണാടകയ്ക്ക് പുറത്തുള്ള കുട്ടികളാണെങ്കിൽ 750 രൂപയാണ് ഫീസ് വരുന്നത്. കേരളത്തിന്, ഇന്ത്യക്കും വെളിയിലുള്ള NRI കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ 5000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികളും അഡ്മിഷൻ പ്രൊസീജിയർ 10-ാം തീയതി ആപ്ലിക്കേഷൻ പ്രോസസ്സ് റിലീസ് ചെയ്ത ഉടനെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോവുക. ഏപ്രിൽ 20-21 തീയതികളിൽ എക്സാമിനേഷൻ വരുമ്പോൾ മിസ്സാവാതെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. അഡ്മിഷൻ ആവശ്യമുള്ള മുഴുവൻ കൂട്ടുകാർക്കും ഇപ്പോൾ തന്നെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം മികച്ച കോളേജുകൾ മുഴുവനും വളരെ നേരത്തെ തന്നെ സീറ്റ് ഫില്ലായി പോകാറുണ്ട്. BCA, BSc നഴ്സിംഗ്, BBA, ലോജിസ്റ്റിക്സ്, BCom ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BCAയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ മുഴുവൻ വളരെ നേരത്തെ തന്നെ സീറ്റ് ഫില്ലായി പോകാറുണ്ട്. +2 എക്സാം നടക്കുന്ന സമയത്ത് തന്നെ, അതിനു മുമ്പായിട്ട് തന്നെയും, എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ടൊക്കെ തന്നെയും ബാംഗ്ലൂരിലത്തെ മികച്ച കോളേജുകളൊക്കെ സീറ്റ് ഫുള്ളാവാറുണ്ട്. അതുകൊണ്ട് സമയം കളയാതെ കോൺടാക്ട് ചെയ്യുക. വെറും 10,000 രൂപ കോളേജിന്റെ അക്കൗണ്ടിലേക്ക് ഫസ്റ്റ് ഇയർ ഫീസിലേക്ക് അഡ്വാൻസ് പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സീറ്റ് റിസർവ് ചെയ്ത് വെച്ച് വളരെ സമാധാനത്തിൽ +2 എക്സാം ഒക്കെ എഴുതി നല്ല മാർക്കോടുകൂടെ +2 പാസ്സായി ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലും മികച്ച കോളേജുകളുടെ ഹയർ സ്റ്റഡീസ് ഉറപ്പുവരുത്തുക. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും പുതിയൊരു വർഷം 2024 മികച്ചൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്.